500% ഇറക്കുമതി തീരുവേ എന്തോന്നടേ ഇത്? ഏ കഴിഞ്ഞ ദിവസം നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഞങ്ങൾ വാങ്ങുന്നില്ല, അല്ലെ ഞങ്ങൾ തന്നെ നിങ്ങളോടും പറഞ്ഞില്ലേ ഞങ്ങൾ നിർത്തി, ഞങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നൊക്കെ നിർത്തി. ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ റിലയൻസ് ആയിരുന്നു റഷ്യൻ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. റിലയൻസ് ആണ് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരുന്നത്. അതിനായിരുന്നു നമ്മുടെ ഗവൺമെന്റിന്റെ സപ്പോർട്ടും. റിലയൻസ് തന്നെ കഴിഞ്ഞ ദിവസം വന്ന് പച്ചക്ക് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ ജനുവരി മുതൽ ഞങ്ങൾക്ക് ഒരു കണ്ടെയ്നേഴ്സ് പോലും അവിടെ നിന്ന് വരാനില്ല, ഞങ്ങൾ ഒരു പുതിയ പർച്ചേസ് നടത്തിയിട്ടില്ല എന്ന് പച്ചക്ക് ഒഫീഷ്യലി വന്ന് പറഞ്ഞ കാര്യമല്ലേ. എന്നിട്ടും ഞങ്ങളെങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാൻ എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? നിങ്ങളെ കാല് പിടിച്ച് നിങ്ങളോട് പ്ലീസ് പറയും, നിങ്ങളെ കാല് പിടിച്ച് ഞങ്ങളുടെ അണ്ണൻ അവിടെ വന്ന് നിങ്ങളെ കണ്ടില്ലേ, നിങ്ങൾ തന്നെ സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം എയർഫോഴ്സ് 1 വന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു സബ്സ്റ്റാൻഷ്യലി ഇന്ത്യ ഡിക്രീസ്ഡ് പർച്ചേസ്ഡ് ഓയിൽ എന്ന്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ പറഞ്ഞ അതേ സെനറ്റ് അംഗം തന്നെ വന്ന് പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയായിരുന്നു നിങ്ങൾ പുതിയ ബില്ല് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾക്കിട്ട് പണിയില്ല എന്ന്. So this bill would allow, and India also is below. Yes sir. So you put a 25% tariff on India for buying Russian oil. I was at the Indian ambassador's house about a month ago, and all he wanted to talk about is how they're buying less Russian oil. Would you tell the president to relieve the tariff? This stuff works. So I'm hoping we'll bring the bill up, and it's from 0 to 500. ഇതിപ്പോ ഓരോ ദിവസം ട്രംപ് എഴുന്നേറ്റ് ആദ്യം തന്നെ ചിന്തിക്കുന്നത് മോദിജിക്കിട്ട് എങ്ങനെ പണി കൊടുക്കാം എന്നുള്ളതാണ്. പണ്ടും നമ്മൾ പറഞ്ഞിട്ടത് ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ പറ്റി ഒരു അക്ഷരം ഞങ്ങൾ മിണ്ടിയോ? നിങ്ങൾ വെനിസ്വലയിലെ പ്രസിഡന്റിനെ പിടിച്ചു കൊണ്ടുവന്ന് എല്ലാ രാജ്യങ്ങളും നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞ ട്രംപിന്റെ പേര് പറഞ്ഞ കുറ്റങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ വല്ലതും മിണ്ടിയോ? ഞങ്ങളുടെ അണ്ണൻ ഒരു അക്ഷരം പറഞ്ഞോ നിങ്ങളോട്? ഇല്ലല്ലോ. ഞങ്ങൾ ആകെ പറഞ്ഞത് മോശമായി പോയിന്നല്ലേ, അമേരിക്ക തൊട്ടുവെന്നോ അമേരിക്ക ചെയ്തുവെന്നോ ട്രംപ് ചെയ്തുവെന്നോ. ഞങ്ങൾ ഇതിലും താന്ന് കേന്ന് കുമ്പിട്ട് ഇനി ഒടിയാൻ ബാക്കിയൊന്നുമില്ല അണ്ണന്റെ. ആ രീതിയിൽ ഇതാ ട്രംപിന്റെ മുമ്പിൽ അമേരിക്കന്റെ മുമ്പിൽ നമ്മൾ കുമ്പിട്ടു. ഇനി ഞങ്ങൾക്കിട്ട് പണിതുകൊണ്ടിരിക്കുക. ഞങ്ങൾ പണ്ട് അങ്ങോട്ട് വന്നതിന്റെ സകല കള്ളക്കളികളും കഴിഞ്ഞ ദിവസം ട്രംപ് അണ്ണൻ വന്ന് പൊളിച്ചു. ഞങ്ങൾ കാല് പിടിച്ചതും ഞങ്ങൾ വളഞ്ഞതും തിരിഞ്ഞതും മറഞ്ഞതും വരെ നിങ്ങൾ വന്ന് പറഞ്ഞു. Prime Minister Modi came to see me. Sir, may I see you please? Yes. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇതിലും കൂടുതൽ എങ്ങനെ ഞങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ട്രംപിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ്, ട്രംപ് എന്ന് വേണ്ട, അമേരിക്കൻ പ്രസിഡന്റിന്റെ മുമ്പിൽ ഇങ്ങനെ ഈ റെയിൻബോ ഉണ്ടല്ലോ നമ്മുടെ ഈ മഴവില്ല് വളയുന്ന പോലെ വളഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇത് കൂടുതൽ വളഞ്ഞ് ഞാൻ നടുവൊടിഞ്ഞു പോകും. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വിശ്വഗുരു ചമയാൻ പറ്റില്ല, ഞങ്ങളെ കൊണ്ട് പറ്റാത്ത അവസ്ഥയിൽ. അതുകൊണ്ടാണ് പറയുന്നത് എന്തിന്റെ പേരിലാണ് ഇപ്പം നിങ്ങൾ കൂട്ടാനുള്ള കാരണം? 500% അല്ലെങ്കിൽ മൂഞ്ചി തെറ്റിയിരിക്കുക ഞങ്ങളുടെ ഇവിടുത്തുള്ള കയറ്റുമതി മൊത്തം, എല്ലാ മേഖലകളും. അത് തുണിത്തരങ്ങളാണെങ്കിലും വേണ്ടില്ല, സീ ഫുഡ് ആണെങ്കിലും വേണ്ടില്ല, ജ്വൽസ് ആണെങ്കിലും വേണ്ടില്ല, സകലരും പൊളിഞ്ഞ് പാളീസായിട്ട് അണ്ടി പറഞ്ഞ അണ്ണം കണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോഴാണ് അടുത്തത് 500%. ഞങ്ങൾ നിർത്തി ഈ കളി, ഞങ്ങൾ പരിപാടി നിർത്താൻ പോവാ. നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു നീ അപ്പൊ നിങ്ങൾ എത്ര പേര് കണ്ടു? 500% ഇറക്കുമതി തീരുവ, ട്രംപിന്റെ പുതിയ ഭീഷണി. അമേരിക്കൻ സെനറ്റിലെ ലിൻഡേ ഗ്രഹാം അവതരിപ്പിച്ച പുതിയ ബില്ലിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 500% വരെ ടാക്സ് താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് അമേരിക്ക. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മോശമായി ബാധിക്കും. മോശമായിട്ടല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കുത്തുവാള എടുത്തിട്ടെ മോദിജിയുടെ താടി വളർന്ന പോലെ ആയിരിക്കില്ല, വേറെ വല്ലതോ കാര്യമാണ് അവസ്ഥയിലോട്ട് മാറുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചു നിങ്ങൾ, അല്ലേ? അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം അതല്ല ആലോചിച്ച്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജയശങ്കർജി ഒരു പ്രോഗ്രാമിന് പോയ സമയത്തെ അവിടെ നിന്ന് പോളണ്ടിൻ്റെ വിദേശകാര്യമന്ത്രിയാന്ന് തോന്നുന്നുണ്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഞങ്ങൾക്ക് ഇന്ത്യനോട് എന്താ പറയുക ഒരുപാട് അടുത്ത്, ഞങ്ങൾ ഒരുപാട് സന്തോഷമുണ്ട്, കാരണം ഇന്ത്യ റഷ്യ എന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് നിർത്തിയിട്ടുണ്ട്, അത് വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ് എന്നൊക്കെ നമ്മുടെ ജയശങ്കറിനെ മുന്നേ നിർത്തിയിട്ടാണ് പുള്ളി സംസാരിച്ചത്. അപ്പം നമ്മൾ ശരിക്കും വാങ്ങണത് നിർത്തിയതല്ലേ? റിലയൻസ് വരെ പറഞ്ഞു ഞങ്ങൾ വാങ്ങുന്നത് നിർത്തി എന്നുള്ളത്. പച്ചക്ക് കഴിഞ്ഞ ദിവസം അവർ വന്ന് പറഞ്ഞത് ഞങ്ങൾ വാങ്ങുന്നത് നിർത്തിയെന്ന്. ഇത്രയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടും ഞങ്ങൾ ഇത്രയും കുറച്ച്, പണ്ട് 100% വാങ്ങി ഞങ്ങൾ 70-80% കുറച്ചില്ലേ? നിങ്ങൾക്ക് കുറച്ചൊരു കണ്ണിച്ചോര, കുറച്ചും കൂടെ സമയം ഞങ്ങൾ മൊത്തം നിർത്തൂലേ? ഇത്രയൊക്കെ അല്ലേ? ഒന്നുമില്ലേ, ഞങ്ങൾ രാജ്യമല്ലേടാ, ഞങ്ങൾ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയും വിശ്വഗുരുവൊക്കെ അല്ലേ? അതിൻ്റെ ഒരു വില ഞങ്ങൾക്ക് ഒരു ഇച്ചിരി വില തന്നൂടെ? ആനന്റെ വില ഒന്നും വേണ്ട, ഒരു അണ്ണൻ ആണപ്പിണ്ടത്തിന്റെ വിലതാ. എവിടെ ചെന്നാലും അടിയാണ് ഇപ്പോൾ. യൂറോപ്പിൽ ചെന്നാലും അടി, അയർലൻഡിൽ ചെന്നാലും അടി, ഓസ്ട്രേലിയ ചെന്നാലും അടി, ന്യൂസിലാൻഡിൽ ചെന്നാലും അടി, അമേരിക്ക ചെന്നാലും അടി, സകലയിടത്തും അടി. ഇന്ത്യനാണോ പെട്ടേന്ന് പറഞ്ഞ ഒറ്റയടിക്കൂ. അവിടെ എന്തേ വർത്താനം പറയുന്ന അടുത്ത മുതൽ അടുത്തടി ഓടിക്കൊള്ളാനാണ് പറഞ്ഞത് ഇന്ത്യക്കാരോടെല്ലാം. വല്ലാത്തൊരു കഷ്ടം. ഇങ്ങനെ നാളായിട്ട് ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ.
ഇന്ത്യയുടെ വിദേശ നയവും സമ്മർദ്ദവും നമ്മളൊന്ന് സംസാരിക്കട്ടോ. അതായത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ട് എന്നാണ് ചില ആൾക്കാർ വിലയിരുത്തിയിട്ടുള്ളത്. നേരിടുമല്ലോ, നേരിടാണ്ടിരിക്കുമല്ലോ. ഞാൻ പറയാം, പാരീസിൽ നടന്ന ഒരു കൂടിക്കാഴ്ചയിൽ പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി ജയശങ്കറിനെ തന്നെ സാക്ഷി നിർത്തിയിട്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് കുറച്ചതിനെ കുറിച്ച് പ്രശംസിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ മേലുള്ള കടന്നുകയറ്റമാണ് എന്നൊക്കെയാണ് പലരും സംസാരിച്ചിട്ടുള്ളത്. ഇതായിരുന്നു ആ വീഡിയോ, ആ മനുഷ്യൻ പറഞ്ഞത്. അതിന്റെ ട്രാൻസ്ലേഷൻ ഇട്ടുതരാം ഞാൻ. അയാൾ പോളണ്ടിലെ ഡച്ച് ഭാഷയിലാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. കേട്ടോ നിങ്ങൾ. And I express my satisfaction regarding the reduction of import of Russian oil to India, because this is financing the war machine of Putin. So കണ്ടില്ല, ഇതാണ് പുള്ളി പറഞ്ഞത്. ഇത്രയൊക്കെ ആൾക്കാർ നമ്മൾ നിർത്തിയെന്ന് പറഞ്ഞിട്ടും ഒരു ഇച്ചിരി കൂടെ പണ്ട് നമ്മൾ ഒപ്പിട്ട കരാറിന്റെ ബാക്കിയുള്ള കുറച്ചുകൂടെ എണ്ണ വാങ്ങാണ്ടായിരുന്നു. അത് വാങ്ങാനല്ലേ ഞങ്ങൾ നോക്കിയിട്ടുള്ളൂ. ഓൾറെഡി 50% ഉള്ള 100% ആക്കി ഞങ്ങൾക്ക് പണി തന്നിട്ടുണ്ട്. പിന്നെ റിലയൻസ് പോലുള്ള വലിയ കമ്പനികളൊക്കെ പരിപാടി നിർത്തിയിട്ടുമുണ്ട്. എന്നിട്ടും എന്താണെന്നറിയില്ല, ഇങ്ങനെ ഇട്ട് നമ്മളങ്ങോട്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതിൽ അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം അതൊരു വലിയ കാര്യം കേട്ടോ. ഏകദേശം 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നാണ് അമേരിക്കൻ ഭരണകൂടം പിന്മാറിയിട്ടുള്ളത് ട്രംപ് വന്നതിന് ശേഷം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പല ഒരു വിദേശ നയങ്ങൾ, അതായത് ഇന്ത്യ ഇൻക്ലൂഡ് മറ്റ് പല രാജ്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള വിദേശ നയങ്ങളുടെ പോളിസീസ് വയലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക പരിപാടികൾ ചെയ്തത്. ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവരുത്. ഇപ്പം UN ചോദ്യം ചെയ്യാൻ പാടില്ല. UN ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ UN ഏറ്റവും കൂടുതൽ ഇയർലി പേയ്മെന്റ് കൊടുക്കുന്നത് ഫണ്ടിങ് ചെയ്യുന്ന അമേരിക്കയാണ്. ആ ഫണ്ട് ഞങ്ങൾ നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ UN ഒന്നും മിണ്ടുന്നില്ല. UN അമേരിക്ക എവിടെ ഓമ്പിട്ട് കഴിഞ്ഞാലും മിണ്ടാത്ത അവസ്ഥയാണ്. അന്താരാഷ്ട്ര കോടതി അമേരിക്ക മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാദങ്ങളും കാര്യങ്ങളും. അങ്ങനെ പല പല സംഘടനകളിൽ നിന്ന് അമേരിക്ക പിന്മാറുന്നതിനുള്ള വ്യക്തമായ ലക്ഷ്യം, അമേരിക്ക പണ്ട് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം ഉണ്ടാക്കിയത്, മറ്റ് സ്ഥലങ്ങളെ പിടിച്ചടക്കി കോളനിവൽക്കരിക്കുന്ന രീതിയിൽ അമേരിക്ക മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയം മുതൽ ഇന്ത്യനെ കണ്ടുകൂടാതായിട്ടുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ വന്ന സമയത്ത് അമേരിക്ക ഇടപെട്ടിട്ടില്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇടപെട്ടിട്ടുണ്ടെന്നാണ് ട്രംപ് പറയുന്നത്. നമ്മുടെ മോദി എണ്ണ തുറന്നിട്ടില്ല, പെട്ടിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ഒരു പ്രസ് കോൺഫറൻസ്, ജസ്റ്റ് ഒരു പ്രസ് റിലീസ് മാത്രം നടത്തി ആരും ഇല്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പലവട്ടം വെല്ലുവിളിച്ചതാണ്. ഇന്ദിരാഗാന്ധിയുടെ 50% ഒരു ചങ്കൂറ്റ ചൊണ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ പാർലമെന്റിലെങ്കിലും തുറക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചതാണ്. അണ്ണൻ ആ വഴിക്ക് പിന്നെ പോയിട്ടില്ല. ഒരു വട്ടം പോയി വന്ദേ മാതരം കീ ജയ് അത് തന്നെ മൊത്തം തെറ്റിച്ച് പറഞ്ഞു പോകുന്ന അണ്ണനാ. ലാസ്റ്റ് അതാവുന്ന അണ്ണൻ സംസാരിച്ച് തുറന്നിട്ട് अच्छा अगर वो झूठ बोल रहे हैं तो अपने भाषण में यहाँ प्रधानमंत्री कह दे कि वो झूठ बोल रहे हैं. यहाँ पे अगर दम है तो यहाँ पे प्रधानमंत्री बोल दे कि आप झूठ बोल रहे हैं. If he has the courage of Indira Gandhi, let him say here that Donald Trump, you're a liar. That you did not make a ceasefire and that we did not lose any planes. Let him say it here. If he has the courage. 50% भी है इंदिरा गांधी का, तो यहाँ बोलते. അണ്ണന് മൊത്തത്തിൽ അട്ടർ ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് എഫക്ട് ചെയ്ത ഇന്ത്യയിലെ സാധാരണക്കാർക്കാണ് നമ്മൾ ആലോചിക്കണം. ഈ 50% എന്നുള്ളത് 100% ആയില്ലേ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഗുജറാത്ത്, അണ്ണൻ്റെ നാട്ടിൽ ഏറ്റവും തോന്നെ ഗുജറാത്തും പിന്നെ രാജസ്ഥാനിലും ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ വിൽക്കുന്നത്, അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്, നമ്മുടെ ഈ ആഭരണങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഈ മുംബൈയിലോട്ട് വന്ന് ഈ കേരളത്തിലോട്ട് വന്നതിൽ തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ ഗോവൻ സൈഡിലൊക്കെ വന്ന് കഴിഞ്ഞാൽ സീ ഫുഡ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്, അതിനെ തിരുപ്പൂർ ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇതൊക്കെ കോടിക്കണക്കിൽ രൂപയുടെ ബിസിനസ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇതൊക്കെ ഇപ്പം ഹോൾഡ് ചെയ്തിരിക്കുക. വലിയൊരു എമൗണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. 100 ലക്ഷക്കണക്കിൽ ആളുകളുടെ ജോലിയാണ് ഇതുകൊണ്ട് എഫക്ട് ചെയ്യാൻ പോകുന്നത്. ഇത് അങ്ങോട്ട് പോയിട്ടില്ലെങ്കിൽ മൊത്തം നമ്മൾ മുഞ്ചിത്തിട്ടുന്ന അവസ്ഥയാണ്. ഇത് അവിടെ പർച്ചേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ബൈങ് പവർ, അമേരിക്കയുടെ ബൈങ് പവർ വേറെ രാജ്യങ്ങൾക്കൊന്നുമില്ല. നമുക്ക് വേറെ അങ്ങോട്ട് മടക്കി വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. വെറുതെ മോദിജി തള്ളുന്ന പോലെ ചൈന മറ്റത് മറിച്ച് അവർക്കൊന്നും നമ്മുടെ ഈ സാധനം വേണ്ട. അവർക്ക് വളരെ ചീപ്പായിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്.
ഇത് എഫക്ട് ചെയ്യാൻ പോകുക നമ്മുടെ വലിയൊരു ഒരു ഗ്രൂപ്പ് ഓൾറെഡി എഫക്ട് ചെയ്ത് തുടങ്ങി. അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാൻ പോവുക. ഇത്രയും വലിയ കെട്ടിക്കിടക്കാൻ പോകും ഇത്രയും കാര്യങ്ങൾ. ഇന്ത്യയിൽ ഇപ്പം ഇത് ഇന്ത്യയിൽ വെട്ടി തീർക്കാൻ ഇന്ത്യയിൽ വിറ്റ് തീർക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ ഇങ്ങനെ നമ്മൾ പൊക്കി പിടിച്ച് കഴിഞ്ഞ് GDP 4% അല്ല 4 സ്ഥാനത്തോട്ട് നമ്മൾ എത്തി എന്നുള്ളതേ. ഇന്ത്യയിലെ വെറും 2% ആൾക്കാരെടുത്ത ഇന്ത്യയുടെ 40% സമ്പത്തുള്ളത്. GDPയുടെ 40% വെറും 2% അംബാനി അദാനി പോലത്തെ ആൾക്കാർക്കാണ്. അവരെത്ര വാങ്ങും, എത്ര ബൈ ചെയ്യും? അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ 10% പണക്കാരെടുത്താണ് ഇന്ത്യയിലെ 60% GDP സമ്പത്ത്, പ്രൊഡക്ഷൻ, സർവീസ്, അതിൽ നിന്ന് കിട്ടുന്ന പൈസ അതുള്ളത്. ബാക്കി വരുന്ന ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഏകദേശം 40% വരുന്ന ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥയുടെ 3% GDPയുടെ 3% കയ്യിലുള്ളത്. സംഖ്യകളെ മനസ്സിലാക്കുക. നിങ്ങളൊക്കെ ആ 3% പെടും. പട്ടിണിപ്പാവങ്ങളാണ്. ചിന്തിച്ച് നോക്ക്. കഷ്ടപ്പാടാണ്. ബിസിനസ്സില്ല, വിദ്യാഭ്യാസമില്ല, ഒന്നുമില്ല. വെറും ചാണക വർത്താനം മാത്രമേ ഉള്ളൂ. പണി കിട്ടിക്കൊണ്ടിരിക്കുക എല്ലാവർക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. GDP കൂടിയെന്ന് പട്ടിണി കിടന്നിട്ട് തൂറാൻ കക്കൂസ് പോലും തിന്നാൻ വേണ്ടില്ല. ഇനിയിപ്പോൾ തിന്നിട്ടുണ്ടെങ്കിൽ തന്നെ തൂറാൻ കക്കൂസ് പോലും ഇല്ലാത്ത നാട്ടിൽ അല്ലെങ്കിൽ സ്ഥലത്തു നിന്നാണ് നിങ്ങൾ മോദിജീനെ പൊക്കി ഇന്ത്യയുടെ GDPനെ പറ്റി സംസാരിക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കണം നിങ്ങൾ. ബേസിക് എന്താണ് GDP പെർ കാപ്പിറ്റ, ഒരു ആളുടെ പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പ്രതിമാസ വരുമാനം ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ എത്രയെന്ന് ഏവറേജ് നോക്കിയിട്ട് വേണം നമ്മൾ GDPനെ പറ്റി സംസാരിക്കാൻ. അതൊക്കെ പലവട്ടം നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. മനസ്സിലാക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ 500% കൂടെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മളെ എന്താവുന്ന വടച്ചമ്പുരാൻ പോലും ഞെട്ടിരിക്കുക. എന്താണ് ട്രംപ് എങ്ങനെയിട്ട് നമ്മുടെ ജീനിട്ട് ഇടിക്കല്ലേ? ബയോളജിക്കൽ ദൈവമാണെന്നുള്ള ചിന്തിക്കണം നിങ്ങൾ. ട്രംപിന് വിശ്വാസമുണ്ടോ വിശ്വാസമില്ല എനിക്കറിയില്ല. പക്ഷേ ബയോളജിക്കൽ ദൈവമാണ്. അത് അറിഞ്ഞിട്ട് കളിച്ചോ. ഒന്ന് തൃക്കണ്ണ് തുറന്ന് എല്ലാത്തിനെയും ചാമ്പലാക്കുന്ന ഒരു സമയം വരും. അതുവരെ ലോകം ഉണ്ടാവുമോ ഇന്ത്യ ഉണ്ടാവുമോ എന്ന് പടച്ചമ്പുരാൻ അറിയാം. ഏതായാലും കണ്ടറിയാം എന്താവും എന്നുള്ളത്. ഓക്കെ, ശരി.